أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1303 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 5, 6 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അയിമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 5, 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളുടെ വിവരണത്തിന്റെ തുടർച്ചയായിട്ടുള്ള ആയത്തുകളാണ് ഈ 5ഉം 6ഉം ആയത്തുകൾ. മൂസ അലൈഹിസ്സലാമിന്റെയും ഫിറോവിന്റെയും ചരിത്ര സംഭവങ്ങളാണ്. വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയായിട്ട് അല്ലാഹു ഇവിടെ ഓതി കേൾപ്പിക്കുന്നത്. നിശ്ചയമായിട്ടും ഫിറഔൻ നാട്ടിൽ വലിയ ധിക്കാരിയും അതിക്രമിയുമായി അഹന്തയോടുകൂടി വാഴുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. നാട്ടിലെ ആളുകളെ വിവിധ തട്ടുകളിലാക്കിക്കൊണ്ടാണ് അയാള് കൈകാര്യം ചെയ്യുന്നത്. ചിലരെ അടിച്ചമർത്തി ദുർബലരാക്കി അവരെ പാർശ്വവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ എതിർപ്പും ശത്രുതയും ഒക്കെ അവരുടെ നേരെ തിരിച്ചുവിടുന്ന ഒരു നയനിലപാടാണ് ഫിറഔൻ പിന്തുടർന്നിരുന്നത്. ആ സമൂഹത്തിൽ പിറക്കുന്ന ആൺമക്കളെ അറുകൊല ചെയ്യുകയും പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്ന ആ സമൂഹത്തിന്റെ ജനസംഖ്യാ വർധനവിനെ സാധ്യമാകുന്ന വിധത്തിലൊക്കെ തന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് ഫിറഔൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വലിയ കുഴപ്പക്കാരി ആയി മാറുകയായിരുന്നു. ഭരണാധികാരി എന്നുള്ള നിലക്ക് തന്നെ വലിയ ഫസാദ് നാട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ കാര്യം വിവരിച്ചതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ വരുന്നത്. അതിന്റെ മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഇന്നലത്തെ ആയത്തുമായി ബന്ധപ്പെട്ടത് നമ്മൾ ചർച്ച തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അത് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് ഈ ആയത്തിന്റെ വിവരണത്തിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തിനെ അപരവൽക്കരിക്കുകയും
അന്യരാക്കുകയും രാജ്യവിരുദ്ധരാക്കി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിറഔന്റെ സമൂഹമായ ഖിബ്തികളും നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിൽ വലിയ സ്വാധീനവും ജനസമ്മിതിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ. ബനു ഇസ്രായേൽക്കാരനായ യൂസുഫ് അലൈഹിസ്സലാമാണ് ആ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് നടത്തുന്നതും വളരെ രമ്യതയിലായ അവസ്ഥയിൽ തന്നെ ആ രാജ്യം ഭരിക്കുന്നതും. എന്നാൽ കാലങ്ങൾ പിന്നിടുന്നതോടുകൂടി വംശീയത ആളിക്കത്തിച്ചുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തിനെ ഇകഴ്ത്തിക്കെട്ടുകയും അവരെ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഖിബ്തി സമൂഹം അധികാരം പിടിച്ചടക്കുകയാണ്. ഫിറഔനും അയാളെ പിന്തുണക്കുന്ന ഖിബ്തി വംശവും വീണ്ടും മേൽക്കൈ നേടിയവരായി മാറുകയും ബനു ഇസ്രായേൽ സമൂഹത്തെയും അവരുടെ പിന്മുറക്കാരായി വന്നിട്ടുണ്ടായിരുന്ന സകലരെയും അടിമകളാക്കി അല്ലെങ്കിൽ അടിമതുല്യമായ വിധത്തിൽ ജീവിക്കാൻ കാരണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആൺമക്കളെ കൊന്നുകളയുകയും പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്ന ഒരു നയമാണ് ഫിറഔൻ പിന്തുടർന്നു വന്നിരുന്നത്. എന്തുകൊണ്ടാണ് ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺമക്കളെ കൊന്നുകളയണമെന്നും അവരിലെ പെൺമക്കളെ ജീവിക്കാൻ വിടണമെന്നും ഫിറഔൻ തീരുമാനിക്കുന്നത് എന്നത് ശ്രദ്ധയർഹിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ബൈബിളിലോ ഖുർആനിലോ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരണമല്ല ഇത് സംബന്ധമായിട്ട് പല മുഫസ്സിറുകളും നൽകുന്നത്. ഫിറഔന് ഒരു സ്വപ്നമുണ്ടായി എന്നും ആ സ്വപ്നത്തിന് വിശദീകരണമായിട്ട് ജ്യോത്സ്യന്മാര് നാട്ടിലെ അദൃശ്യമായ കാര്യങ്ങളിൽ അറിവുണ്ട് എന്ന് നടിക്കുന്ന ആളുകൾ പറഞ്ഞുകൊടുത്തത് ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു ആൺകുഞ്ഞ് വൈകാതെ തന്നെ ജനിക്കും, അയാൾ ഫിറൗന്റെ അന്തകനായി മാറും, ഫിറൗനെ അധികാരഭ്രഷ്ടനാക്കുക എന്നത് ആ ബാലന്റെ കയ്യാലാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന കാര്യമാണ് ജ്യോത്സ്യന്മാര് ഫിറൗന് വിശദീകരിച്ചു കൊടുത്തത്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്ന ദർശനമാണ് ഫിറൗനുണ്ടായത്. അതിനെ തുടർന്നാണ് ബനു ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും കൊന്നുകളയാൻ വേണ്ടി ഫിറൗൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നതാണ് ഈ ഇസ്രായേലി കഥകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകളുടെ വിശദീകരണത്തിലൂടെ പ്രചരിക്കുകയുണ്ടായത്. ഫിറൗന് അങ്ങനെ ഒരു സ്വപ്നമുണ്ടായി എന്നതോ ജ്യോത്സ്യന്മാര് ഇങ്ങനെ ഒരു കുഞ്ഞ് ഇസ്രായേലി സമൂഹത്തിൽ ജനിക്കും, അയാൾ ഫിറൗന്റെ അന്തകനായി മാറും എന്ന വിധത്തിൽ ഭാവിയെക്കുറിച്ച് ഒരു പ്രവചനം നടത്തി എന്നതോ ചരിത്രപരമായ വസ്തുതയല്ല. അങ്ങനെ ഒരു കാര്യം ഖുർആനോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ചരിത്ര സ്രോതസ്സുകളോ വെളിപ്പെടുത്തുന്നില്ല. ഇത് ബനു ഇസ്രായേൽ കഥകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഗതികളാണ്. ബനു ഇസ്രായേൽ കഥകള് പലപ്പോഴും ആശ്രയിക്കാൻ പറ്റാത്ത അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജ്യോത്സ്യന്മാർക്ക് ഭാവിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു എന്നത് തന്നെ ഒരു അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ജ്യോത്സ്യന്മാർ ഫിറൗനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ഭാവി കാര്യങ്ങള് പ്രവചിച്ചു. അങ്ങനെ ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറവിയെടുക്കുന്ന ഒരു ആൺകുട്ടി വളർന്നു വലുതായി അയാളുടെ അന്തകനായി മാറും, അയാളെ അധികാരഭ്രഷ്ടനാക്കും എന്നൊക്കെയുള്ള വിധത്തില് ജ്യോത്സ്യന്മാർക്ക് നേരത്തെ പ്രവചിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ തന്നെ വളരെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. മറിച്ച് ചില ആധുനികരായ മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, മിക്കവാറും നാടുകളിലൊക്കെ തന്നെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം മേൽക്കൈ നേടുകയും സ്വാധീനം കാണിക്കുകയും അവര് അധികാരം കൈയാളുന്നവരായി മാറുകയും ചെയ്യും. വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുകയും അവരെ രാജ്യവിരുദ്ധരായിട്ട് ചിത്രീകരിക്കപ്പെടുകയും അവരെ നേരിടുക എന്നത് രാജ്യത്തിന്റെ തന്നെ ഒരു ലക്ഷ്യമായി അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത എല്ലാ സമൂഹങ്ങളിലും ചെറിയ ഏറ്റക്കുറവോടുകൂടി കാണാൻ സാധിക്കും. ഇവിടെ ബനു ഇസ്രായേൽ സമൂഹത്തിനെതിരിൽ രാഷ്ട്രീയമായി സംഘടിക്കാൻ ഖിബ്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവിക മാർഗദർശനം കൈവിട്ട ഒരു സാഹചര്യത്തില് അവർക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകുക എന്നത് വളരെ സ്വാഭാവികമാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിനെതിരിൽ ഒരു വംശീയ വികാരം ആളിക്കത്തിക്കുകയും അങ്ങനെ അധികാരം തങ്ങളുടെ കൈകളില് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്ന ഖിബ്തി താല്പര്യം, അത് ഒരു വംശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു താല്പര്യവും ഒരു രാഷ്ട്രീയ പദ്ധതിയും ഒക്കെ. ഇതിന്റെ ഭാഗമായി ബനു ഇസ്രായേൽ സമൂഹം ജനസംഖ്യാപരമായി വളർന്നു വരുന്നതിനെ തടയാൻ വേണ്ട പല സംഗതികളും ഖിബ്തി അധികാരി വർഗം, ഫിറഔന്റെയും പ്രഭൃതികളുടെയും ആളുകൾ ആസൂത്രണം ചെയ്യുകയാണ്. അങ്ങനെയാണ് അവര് ഇസ്രായേൽ വംശത്തിൽ പിറക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയാനും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ വിടുകയോ അല്ലെങ്കിൽ അപമാനിതരാക്കുകയോ ചെയ്യുക എന്നൊരു നയം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ വംശത്തിലെ പെണ്ണുങ്ങള് ഖിബ്തി ആണുങ്ങളുടെ മക്കളെ പ്രസവിക്കുന്ന, അങ്ങനെ ഖിബ്തി വംശത്തിന് വർധനവുണ്ടാവുന്ന, ഇസ്രായേൽ വംശം വേരറ്റു പോകുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ ഒക്കെ വേണ്ട അത്തരത്തിലുള്ള ഒരു ആസൂത്രണവും പദ്ധതികളും ഒക്കെയാണ് അവര് തുടർന്ന് നടപ്പിലാക്കുന്നത്. ഇത് വംശീയ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഫിറഔന്റെ അന്തകനായിട്ട് ഒരാള് ബനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഉദയം ചെയ്യും. അതുകൊണ്ട് അതില്ലാതെയാക്കാൻ വേണ്ടി ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺമക്കളെ മുഴുവനും കൊന്നുകളയുക എന്ന ഒരു കഥ, അത് ഈ സംഗതികളോട് ചേർത്ത് പറയാൻ വലിയ സാധ്യതയുള്ള ഒരു ഭാവന കഥ അല്ലെങ്കിൽ കൽപ്പിതമായ ഒരു കഥയാവാനാണ് ഏറ്റവും ഏറെ സാധ്യതയുള്ളത് എന്നതാണ് ഈ ആധുനിക മുഫസ്സിറുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഫിറൗന് അങ്ങനെ ഒരു സ്വപ്നമുണ്ടായതായോ ജ്യോത്സ്യന്മാർ അങ്ങനെ ഒരു പ്രവചനം നടത്തിയതായോ ഒന്നും നമുക്ക് ചരിത്ര സ്രോതസ്സുകളിലോ ഖുർആനിലോ ബൈബിളിലോ കാണാൻ കഴിയുകയില്ല. അതേസമയത്ത് ഇങ്ങനെ ഒരു ഭാവനാ സൃഷ്ടി ഉണ്ടാവുക എന്നതിന് വേണ്ട അനുകൂലമായ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട് തന്നെ. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം അങ്ങനെ ഒരു കഥക്ക് ഈ ഖുർആൻ വ്യാഖ്യാതാക്കൾ വലിയ പ്രചാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. എന്നാൽ അടിസ്ഥാന വസ്തുതകളോട് യോജിക്കുന്ന ഒരു കാര്യമല്ല അത് എന്നത് അതിനെ തുടർന്ന് ഈ കഥയുടെ ഈ സംഭവങ്ങളുടെ വേറെ ചില വശങ്ങളെ അതിനോട് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ ഒരു കഥക്ക് വലിയ സ്വീകാര്യത കിട്ടാനും ഇടയുണ്ട് എന്നതുകൊണ്ട് അത് വേരോട്ടം നേടിയതാവാനാണ് വലിയ സാധ്യത.
നമ്മുടെ രാജ്യത്തെ പോലെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നിടത്ത് വംശീയ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുകയും അവരെ അധികാരഭ്രഷ്ടരാക്കുകയും ചെയ്യുക എന്നത് അവർക്ക് പൗരത്വവും വോട്ടവകാശവും നഷ്ടപ്പെടുത്തുകയും ഭരണ തലങ്ങളിൽ പങ്കാളിത്തം ഇല്ലാതാക്കുകയും കാലങ്ങൾ കൊണ്ട് അവരെ പൂർണ്ണമായിട്ടും എല്ലാ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും തഴയപ്പെട്ടവരായി സമൂഹത്തില് ദുർബലരും ചവിട്ടിമെതിക്കപ്പെടുന്നവരുമാക്കി മാറ്റുക എന്ന ഒരു പദ്ധതി. ഇതുപോലെയുള്ള സമാനമായ ഒരു കാര്യം ഇത് നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരമായി ആസൂത്രണം ചെയ്യപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഈജിപ്തില് അധികാരക്കൊതിയന്മാരായിരുന്ന ഖിബ്തി വിഭാഗത്തിൽപ്പെട്ട ആളുകള് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു എന്നതാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഈ വിധത്തില് നാട്ടിൽ വലിയ അരാജകത്വവും കുഴപ്പവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫിറഔൻ അയാളുടെ അധികാരവും സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് വേറെ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇവിടെ തുടർന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർള്. എന്നാൽ നാം ഉദ്ദേശിച്ചത് എന്താണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഫിറഔൻ നാട്ടില് ആളുകളെ പല വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് അവരിൽ ചിലരെ അടിച്ചമർത്തുകയും ദുർബലരാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരിൽപ്പെട്ട ആളുകളെ, ആണുങ്ങളെ, ജനിക്കുന്ന ആൺമക്കളെ കൊന്നുകളയുകയും പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്ന ഒരു വലിയ ഫസാദ് ഫിറഔൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഫിറഔനും ഫിറഔനെ പിന്തുണച്ചിരുന്ന ആളുകളും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണെങ്കിൽ വനുരീദു നാം ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർള്. നാട്ടില് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ദുർബലരാക്കി ഒതുക്കി നിർത്തപ്പെട്ടവരെ അനുഗ്രഹിക്കാനാണ്, അവരെ പ്രത്യേകമായ വിധത്തില് പിന്തുണക്കാനും അനുഗ്രഹിക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുമാണ് നാം ഉദ്ദേശിച്ചത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വനുരീദു നാം ഉദ്ദേശിക്കുന്നു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർള്. നാട്ടിലെ മുസ്തദഅഫുകളായ ആളുകളെ അനുഗ്രഹിക്കാനാണ് നാം ഉദ്ദേശിച്ചത്. ഫിറഔനും കൂട്ടരും അവരെ ഞെരിച്ചു കൊല്ലാനും അതുപോലെ ചവിട്ടി മെതിക്കാനും അവരെ ദുർബലരാക്കി നിർത്താനും ഒക്കെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ആ വിഭാഗത്തെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് നാം ഉദ്ദേശിച്ചത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. രണ്ടിടത്തും നമുക്ക് ഇസ്തദഅഫ എന്ന വാക്കിന്റെ രണ്ട് രൂപങ്ങൾ കാണാൻ സാധിക്കും. മുസ്തദഅഫുകളായ ദുർബലരായ നാട്ടില് രാഷ്ട്രീയമായ അധികാരഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരാണ് ഈ മുസ്തദഅഫുകൾ എന്ന് പറയുന്നത്. ദാരിദ്ര്യമല്ല അവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അധികാര തലങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ മുസ്തദഅഫുകളാകുക. ജാതിഘടനയിലെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് സംഭവിച്ചു അതാണ്. എല്ലാ അധികാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത് ആണ് അവര് നൂറ്റാണ്ടുകളായിട്ട് ദുർബലരായി അവശരായി മാറ്റി നിർത്തപ്പെട്ടവരായി മാറുന്നതിന് കാരണമാകുന്നത്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരായ ദുർബലരായ ഈ വിധത്തിൽ പീഡനവും ചവിട്ടി മെതിക്കലും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളെ അനുഗ്രഹിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വനജഅലഹും അഇമ്മതൻ, അവരെ നേതാക്കന്മാരും നായകന്മാരും ഒക്കെ ആക്കി കൊണ്ടുവരാനാണ് നമ്മുടെ ഉദ്ദേശം. വനജഅലഹുമുൽ വാരിസീൻ, അവരെ നാട്ടിന്റെ അനന്തരാവകാശികളാക്കി കൊണ്ടുവരാനുമാണ് നമ്മുടെ ഉദ്ദേശം.
മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പ്രത്യേകമായി ഊന്നി പറയുന്നത്. ഒന്ന്, അവരെ അനുഗ്രഹിക്കാനാണ് നമ്മുടെ തീരുമാനം. അള്ളാഹുവിന്റെ ഉദ്ദേശം അവർക്ക് നിഅമത്തുകൾ ചൊരിഞ്ഞു കൊടുക്കാനാണ്. അവരെ ശക്തിപ്പെടുത്തണം. അവരെ ശക്തിപ്പെടുത്തണമെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഐശ്വര്യം അവർക്ക് കിട്ടണം. അവർക്ക് വിദ്യാഭ്യാസപരമായി ഉയരാൻ കഴിയണം, സാമ്പത്തികമായി വളരാൻ കഴിയണം, രാഷ്ട്രീയമായി കരുത്ത് തെളിയിക്കാൻ കഴിയണം. ഈ വിധത്തിലൊക്കെ നാം അവരെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. അവരിൽ നിന്നൊരാളെ ദൈവിക പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുകയും ആ പ്രവാചകന് ദൈവിക വെളിപ്പാടുകൾ നൽകിക്കൊണ്ട് അവരെ വൈജ്ഞാനികമായി ഉയർത്തുകയും സത്യത്തിന്റെ വാഹകരായി സമൂഹത്തിന്റെ നായകരായി മാറാൻ അവർക്ക് അവസരമൊരുക്കുകയുമായിരുന്നു അള്ളാഹു ചെയ്യുകയുണ്ടായത്. സമാനമായൊരു കാര്യമാണ് മക്കയിൽ അള്ളാഹു ഖുറൈശി സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ചെയ്യുന്നത്. അറബ് ലോകത്ത് അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് റോമിന്റെയും അതുപോലെയുള്ള വലിയ രാഷ്ട്രങ്ങളുടെയൊക്കെ കീഴിൽ കഴിഞ്ഞിരുന്ന ഭൂപ്രദേശത്തുള്ള ആളുകളെ അള്ളാഹു അവരിൽ നിന്ന് ഒരു പ്രവാചകനെ നിശ്ചയിച്ചുകൊണ്ട് ആ പ്രവാചകൻ മുഖേന അവർക്ക് ദൈവിക വെളിപ്പാടുകൾ നൽകിക്കൊണ്ട് അത് വലിയ വൈജ്ഞാനികമായ മുന്നേറ്റം അവരിൽ സൃഷ്ടിക്കാൻ കാരണമാക്കുകയും അതിനെ തുടർന്ന് അവര് ലോകത്തിന്റെ തന്നെ നായകരായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രപരമായ കാഴ്ച കാണാനിരിക്കുകയാണ് നമ്മൾ ആ ഘട്ടത്തിൽ. ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഈ കാര്യം ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ കാര്യത്തിൽ നേരത്തെ പുലർന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഫിറോനും കൂട്ടരും ഈ ആളുകളെ അടിച്ചമർത്താനും അവരെ ദുർബലരാക്കി നിർത്താനും അവരെ ബഹിഷ്കൃതരായ ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗമാക്കി മാറ്റാനും ഒക്കെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അള്ളാഹു അവരെ അനുഗ്രഹിക്കാനാണ് തീരുമാനിച്ചത്. അതുപോലെ അവരെ നേതാക്കന്മാരും നായകന്മാരുമാക്കാനാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ അവരെ അധികാരം ഏറ്റുവാങ്ങുന്ന വനജാലഹുമുൽ വാരിസീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അധികാരം കൈയാളുന്ന കാര്യങ്ങളുടെ അനന്തരാവകാശികളായി മാറുകയാണ് അവർ ചെയ്യുന്നത്. ആ വിധത്തില് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹു അവന്റെ പദ്ധതി ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദിഫു ഫിൽ അർളി വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഇത് ഈജിപ്തിലെ ബനൂ ഇസ്രായേൽ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന നിലക്കും വായിക്കാം. അതല്ലെങ്കിൽ പൊതുവായിട്ട് ദുർബലരായ വിഭാഗങ്ങളെ അനുഗ്രഹിക്കാനും അവരെ നായകന്മാരും നേതാക്കന്മാരുമാക്കാനും അവരെ ഭൂമിയുടെ കൈകാര്യകർത്താക്കളായ അനന്തരാവകാശികളാക്കി നാട്ടിലെ അധികാരസ്ഥന്മാരാക്കാനും നാം ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹു ഒരു പൊതു പ്രസ്താവനയായിട്ട് നടത്തുന്നതായിട്ടും കാണാം. രണ്ടു നിലക്കും അത് വായിക്കാൻ ഭാഷാപരമായ സാധ്യതയുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹം അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന ഒരു പശ്ചാത്തലത്തിൽ അവരുടെ കാര്യത്തിൽ പറയുന്നതായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അതേപോലെ എല്ലാ കാലഘട്ടങ്ങളിലും ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവിക താല്പര്യത്തിന്റെ പ്രഖ്യാപനമായിട്ടും ഇതിനെ കാണാവുന്നതാണ്. നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന ആളുകളെ അനുഗ്രഹിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അവരെ ഇമ്മത്താക്കുക, ഇമാമുമാരാക്കുക, അവരെ നേതാക്കന്മാരും നായകന്മാരുമാക്കുക. അതാണ് നാം ഉദ്ദേശിക്കുന്ന കാര്യം. നജഅലഹുമുൽ വാരിസീൻ, അവരെ വാരിസുകളാക്കുക, അനന്തരാവകാശികളാക്കുക, നാടിനെ അനന്തരമെടുക്കുന്ന ആളുകളായിട്ട് ഈ ദുർബലരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ പദ്ധതി. നാം ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് എന്ന ഒരു നയപ്രഖ്യാപനമാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത് എന്ന് കാണാൻ കഴിയും.
അധികാരികളും അഹങ്കാരികളും ഒക്കെ ആയിട്ട് അവിടെ അധികാരം വാഴുന്ന ഈ വിഭാഗങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരിരിക്കെ തന്നെ ഈ ദുർബലരായ ആളുകളെ അനുഗ്രഹിക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ നേതാക്കന്മാരും നായകന്മാരുമാക്കുവാനും നാടിന്റെ വീണ്ടെടുപ്പുകാരാക്കി അവരെ മാറ്റുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നമ്മുടേതുപോലെയുള്ള സാഹചര്യത്തില് പല വിധത്തിലുള്ള അവഗണനയും പീഡനവും അതുപോലെ ബഹിഷ്കരണവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ സാധ്യത അവരുടെ മുന്നിൽ കിടക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്ത ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. തുടർന്ന് അള്ളാഹു പറയുന്നത് വനുമക്കിന ലഹും ഫിൽ അർദ്, നാട്ടിൽ അവരെ അധികാരികളാക്കാനും നാം ഉദ്ദേശിക്കുന്നു എന്നാണ്. മക്കാൻ നൽകാൻ ഉദ്ദേശിക്കുന്നു, നാം അവർക്ക് വലിയ ഇടവും സൗകര്യവും ഒക്കെ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് നേരിട്ട് അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദപ്രയോഗമാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭൂപ്രദേശത്തിന്റെ മേൽ അവർക്ക് നിയന്ത്രണവും സ്വാധീനവും അധികാരവും ഉണ്ടാവുക എന്നതാണ് നുമക്കിന എന്ന പദം സൂചിപ്പിക്കുന്നത്. മക്കാൻ നൽകുക, അവരുടേതായിട്ട് അവർക്ക് നിയന്ത്രണമുള്ള, അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അവരെ ഗൗനിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രദേശം അവരുടേതാക്കി കൊടുക്കുക. നുമക്കിന ലഹും ഫിൽ അർദ്, നാട്ടിൽ അവർക്ക് അധികാരവും സ്ഥൈര്യവും അതുപോലെ സ്വാധീനവും ഒക്കെ നൽകിക്കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി നിർത്തുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അള്ളാഹു ഇവിടെ പറയുകയാണ്. വനുരിയ ഫിറഔന വഹാമാന വജുനൂദഹുമ, ഫിറൗനെയും ഹാമാനെയും അവരിരുവരുടെയും സൈന്യങ്ങളെയും ഒരു സംഗതി കാണിച്ചു കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു. ഫിറൗനെ കാണിക്കണം, ഹാമാനെ കാണിക്കണം, അവരുടെ രണ്ടുപേരുടെയും സൈന്യങ്ങളെയും കാണിക്കണം. ഒരു കാര്യം അവരെ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹാമാൻ ചരിത്രപരമായി വിശുദ്ധ ഖുർആന്റെ ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിറൗന് പിൻബലം നൽകിക്കൊണ്ട് അയാളോടൊപ്പം നിലക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു പ്രമാണിയോ മന്ത്രിയോ അദ്ദേഹത്തിനോടൊപ്പം അധികാരം കൈയാളാൻ അദ്ദേഹത്തിനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് നിലക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനെ പല നിലക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാര് പക്ഷെ മറ്റൊരു വിശദീകരണം നൽകുന്നത് കാണാൻ സാധിക്കും. ഏകദേശം മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞ് 1000 വർഷം പിന്നിട്ട ഘട്ടത്തില് പേർഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സുക്സീസ് എന്ന ചക്രവർത്തി, ആ സുക്സീസ് ചക്രവർത്തിയുടെ അയാളുടെ രാജധാനിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രമാണിയായിരുന്നു ഈ ഹാമാൻ. ഖുർആൻ ഈ ചരിത്രബോധമില്ലാതെ പിന്നീട് 1000 വർഷം പിന്നിട്ട ഘട്ടത്തിൽ മാത്രം, അതും പേർഷ്യയില് രംഗത്ത് വന്ന ഒരാളെ ഫിറൗനുമായി ചേർത്ത് പറയുകയാണ്. അങ്ങനെ വലിയ ചരിത്രപരമായ ഒരു അബദ്ധം ഖുർആൻ കാണിക്കുന്നു എന്ന വിധത്തിലാണ് ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഹാമാൻ ഫിറൗന്റെ കാലത്ത് അയാളുടെ ഒരു വലങ്കയ്യായി നിലക്കൊണ്ടിരുന്ന, അയാളുടെ കാലത്തെ ഒരു പ്രമാണിയായിരുന്നു എന്നത് ഈ വിവരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അവരിരുവരും ചേർന്നാണ് മൂസ അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേൽ സമൂഹത്തെയൊക്കെ നേരിട്ടിരുന്നത് എന്നതിന്റെ സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഈ പേർഷ്യൻ ചക്രവർത്തി സുക്സീസിന്റെ കൊട്ടാരത്തിലെ പ്രമാണിയായ ഒരാളാണ്
ഹാമാൻ എന്ന ഒരു സംഗതി ചരിത്രപരമായിട്ട് ഒരു വസ്തുതയായി നിലകൊള്ളുന്നുവെങ്കിൽ ഫിറോവിന്റെ കാലത്ത് ആ പേരിൽ ഹാമാൻ എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നതിന് അതൊരിക്കലും തന്നെ തെളിവാകുന്നില്ല. ഒരുപക്ഷെ ഫിറോവിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഹാമാന്റെ പേരിൽ ആ പേര് നൽകപ്പെട്ട ഒരു പേർഷ്യൻ വ്യക്തിയായിരിക്കാനാണ് ഈ സുക്സീസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പ്രമാണിയായിരുന്ന ഹാമാന് ചരിത്രപരമായി അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സുക്സീസ് ചക്രവർത്തിയുടെ പേർഷ്യൻ രാജാവായ സുക്സീസിന്റെ കൊട്ടാരത്തിലെ പ്രമാണിയായ ഹാമാൻ ഇവിടെ ഫിറോവിന്റെ കഥയുമായി കൂട്ടിക്കുഴയ്ക്കപ്പെട്ട വിധത്തിൽ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഫിറോവിന്റെ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ചുള്ള യൂറോപ്യൻ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർക്കുള്ള അറിവില്ലായ്കയാണ് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരാള് പിൽക്കാലത്ത് ഏകദേശം 1000 വർഷം പിന്നിട്ട ഘട്ടത്തില് പേർഷ്യയില് ആ പേരിലുണ്ടായിരുന്നു എന്നത് ഫിറോവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നതിനുള്ള ഒരു തെളിവേ ആകുന്നില്ല എന്നതാണ് വസ്തുത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുപക്ഷെ ചരിത്രത്തിൽ ഇബ്രാഹിം എന്ന പേര് നൽകപ്പെട്ട ആദ്യത്തെ ആള് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആവണം. പിന്നീട് ചരിത്രത്തിലുടനീളം ഇബ്രാഹിം എന്ന പേരുള്ള എത്രയോ ആളുകൾ വന്നു പോയിട്ടുണ്ട്. ഇതേപോലെ ഹാമാൻ എന്ന പേരിൽ ഒരുപക്ഷെ ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്ന വിധത്തില് അതാണ് ചരിത്രപരമായ കാര്യം. ഫിറോവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഫിറോവിന്റെ വലങ്കയ്യായി ഉണ്ടായിരുന്ന ഒരാള്, അയാളുടെ പേര് പിൽക്കാലത്ത് പലർക്കും നൽകപ്പെട്ട് കാണണം എന്ന ഒരു അനുമാനത്തിൽ എത്തുന്നതാണ് അതിൽ വസ്തുതാപരമായ ഒരു നിലപാട് എന്നതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ വനുമക്കിന ലഹും ഫിൽ അർളി, ഈ ദുർബലരായ ആളുകളെ ഭൂമിയിൽ അധികാരസ്ഥന്മാരാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വനുരിയ ഫിറൗന വഹാമാന വജുനൂദഹുമ, ഫിറോവിനെയും ഹാമാനെയും അവരുടെ സൈന്യങ്ങളെയും ഒരു കാര്യം കാണിച്ചു കൊടുക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വജുനൂദഹുമ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, എന്തൊരു സംഗതിയാണോ അവര് ഭയപ്പെട്ടുകൊണ്ടിരുന്നത്, അവര് ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ ജാഗ്രതയിൽ കഴിഞ്ഞിരുന്നത്, ആ സംഗതി എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ആ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ തിരിച്ചടി, അത് അവർക്ക് ഒരു യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത് കാണിച്ചു കൊടുക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഫിറൗനും ഹാമാനും ഫസാദിന്റെ ആളുകളായി മാറിയത് കൊണ്ട് തന്നെ ഇരകളാക്കപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്നത് തീർച്ചയായിട്ടും അവർ കണക്കുകൂട്ടുന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ജാഗ്രതയുണ്ട്, പേടിയുണ്ട്. ആ ഒരു സംഗതി നടപ്പിലാവുന്നത് അവരെ കാണിച്ചു കൊടുക്കാനുമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഏതൊരു സമൂഹത്തെയാണോ അവര് അടിച്ചമർത്തി ദുർബലരാക്കി വെച്ചിരുന്നത്, ആ സമൂഹം തങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് അവര് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരക്കാര്യത്തിൽ ജാഗ്രതയിലായിരുന്നു. എന്നാൽ ആ കാര്യം സംഭവിക്കുന്നത് ഫിറോവിനെയും ഹാമാനെയും അവരുടെ പടുകൂറ്റൻ സൈന്യങ്ങളെയും അത് നേർക്ക് നേരെ അവർക്ക് കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫിറോവിനെയും ഹാമാനെയും ഒക്കെ മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്ന ആ ബനു ഇസ്രായേൽ സമൂഹം പരാജിതരാക്കിക്കൊണ്ട് അവരെ തറ പറ്റിക്കുന്ന ഒരു കാഴ്ച ഫിറൗനും ഹാമാനും അവരുടെ സൈന്യത്തിനൊക്കെ കാണാൻ അവസരമൊരുക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നതിന്റെ ചുരുക്കം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 5, 6 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.